That is called styling. സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ് ഫോളോ ചെയ്യുന്നതാണോ നല്ലത്, നമുക്ക് തന്നെ ഒരു ട്രെൻഡ് ഉണ്ടാക്കി എടുക്കുന്നതാണോ നല്ലത്? അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഫാഷനും സ്റ്റൈലും രണ്ട് ഡിഫറെൻറ്റ് കാര്യങ്ങളാണ്. ഫാഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ട്രെൻഡ്സാണ്. ഓരോ സമയത്ത് ഫാഷൻ മാറി മറിഞ്ഞു വരും. ഇപ്പോൾ കുറച്ചു കാലം മുമ്പ് ആണുങ്ങൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ ലോ വേസ്റ്റ്, ഡേഞ്ചറസ്ലി ലോ എന്നൊക്കെ പറഞ്ഞ് ലോ വേസ്റ്റ് ജീൻസും ട്രൗസേഴ്സും അണ്ടർവെയറിൻ്റെ ബാൻഡ് പുറത്ത് കാണുന്ന രീതിയിലുള്ള അതായിരുന്നു സ്റ്റൈല്. അങ്ങനെയുള്ള അതുപോലെ തന്നെ ക്യാരറ്റ് ഫിറ്റ് ജീൻസ്, അങ്ങനെയൊക്കെയുള്ള ഇച്ചിരി ട്വിസ്റ്റഡ് ആയിട്ടുള്ളത്, കുറച്ച് ഫിറ്റഡ് ആയിട്ടുള്ള ബോട്ടം വെയേഴ്സ് ആയിരുന്നു. അതായത് ട്രൗസേഴ്സ് ആണെങ്കിലും ജീൻസ് ആണെങ്കിലും ഒക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ തിരിച്ചാണ്. ഇപ്പം ബാരൽ ഫിറ്റും അല്ലെങ്കിൽ ഫ്ലെയർഡ് ജീൻസും വളരെ ലൂസായിട്ടുള്ള ബോട്ടംസാണ് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളത്. അപ്പം ഫാഷൻ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ട്രെൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെ തിരിഞ്ഞും മാറി മറിഞ്ഞും വന്നുകൊണ്ടേയിരിക്കും. ഇറ്റ്സ് എ സൈക്കിൾ. പലതവണ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ബെൽ ബോട്ടംസൊക്കെ, ജയൻ്റെ കാലത്തുള്ള ബെൽ ബോട്ടംസൊക്കെ പിന്നീടും 90s ഒരു കംബാക്ക് നടത്തിയായിരുന്നു. അല്ലെങ്കിൽ ഏർലി 2000s ദേ കെയിം ബാക്ക് ആൻഡ് ദെൻ ഇപ്പോൾ വീണ്ടും അത് തിരിച്ചു പോയി. അപ്പോൾ അങ്ങനെ ഫാഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾക്ക് എന്താണ് സൂട്ട് ചെയ്യുന്നത്, നമ്മുടെ പേഴ്സണാലിറ്റിയെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ആയിരിക്കണം നമ്മുടെ സ്റ്റൈൽ. അപ്പം ഫാഷനും സ്റ്റൈലും രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അൺടിൽ വി ബിക്കം കംഫർട്ടബിൾ നമ്മൾ ഫാഷൻ ട്രെൻഡ്സിന് പുറകെ പോവും. അപ്പോഴാണ് ആളുകൾ നമ്മളെ ഫാഷനബിളായിട്ടും അവർ കൊള്ളാം അല്ലെങ്കിൽ അയാൾ കൊള്ളാം എന്ന് കരുതുന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രെൻഡി ആയിട്ടുള്ള സംഗതികൾക്ക് പുറകെ പോവും. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ വൺസ് നമ്മൾ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞ പോലെ ഒരു സ്റ്റൈൽ മെച്യൂരിറ്റി ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ബോഡി ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കി, നമ്മുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുകയും ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ട് അതിനെ എൻഹാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഡ്രസ്സിങ് ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ ആക്സസറൈസ് ചെയ്യുന്നതും ഒക്കെ സ്റ്റൈലിംഗ് ആണെങ്കിലും ഒക്കെ. അപ്പം ദാറ്റ് ഈസ് കോൾഡ് സ്റ്റൈലിംഗ്.